الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والأرض وضعها للأنام، فيها فاكهة والنخل ذات الأكمام، والحب ذو العصف والريحان، فبأي آلاء ربكما تكذبان. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വാബോധത്തോടെ ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യൗമുൽ ജുമുഅയുടെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഇതാ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ ജുമുഅ നമസ്കാരവും അതിലെ പ്രാർത്ഥനയും ഖുത്ബയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളിൽ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട്, വീടുകളിൽ വിശ്രമിക്കുന്നവരുണ്ട്,
ഡോക്ടർമാർ ചികിത്സ തടഞ്ഞ് അവസാനം ഇനി ഈ രോഗത്തിന് ചികിത്സയില്ല എന്ന രൂപത്തിൽ തഴഞ്ഞ വീടുകളിൽ മരണം കാത്തു കഴിയുന്ന രോഗികളുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്രകാരം മരണം കാത്തു കഴിയുന്ന വിശ്വാസികൾക്ക് അള്ളാഹു അവരുടെ ജീവിതമാണ് ഉത്തമമെങ്കിൽ ജീവിതവും, മരണമാണ് ഉത്തമമെങ്കിൽ മരണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളക്കരയെ മൊത്തം സങ്കടത്തിലാക്കി 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യാത്രയായി. ആ കുടുംബങ്ങൾ അതെങ്ങനെ സഹിക്കും, ക്ഷമിക്കും എന്നോർത്ത് നമ്മുടെയൊക്കെ മനസ്സ് വിങ്ങുകയാണ്. പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ, ഗവൺമെന്റ് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥികൾ. അള്ളാഹു സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ ആ മക്കളേക്കാൾ നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന പ്രഗത്ഭരായ വിദ്യാർത്ഥികളേക്കാൾ നല്ല വിദ്യാർത്ഥികളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ മാതാപിതാക്കൾക്ക് അത് ഉൾക്കൊള്ളാനും സഹിക്കാനും ക്ഷമിക്കാനും അള്ളാഹു അവർക്ക് മനസ്സ് നൽകി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യത്തെ പറ്റി ഉള്ള ഖുത്ബകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൽ നമ്മൾ ഇബാദത്ത്, അള്ളാഹുവിനെ അർപ്പിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ പോലും അള്ളാഹുവിനോട് നമ്മൾ അടിസ്ഥാന ആവശ്യം ചോദിച്ചു വാങ്ങുന്നുണ്ട്. നമസ്കാരത്തിൽ സുജൂദിൽ നിന്നും ഇടയിലേക്ക് ഇരിക്കുമ്പോൾ സുജൂദിൽ പോയ മനുഷ്യൻ ഇടയിലിരിക്കുന്നുണ്ട്. അതിൽ നടത്തുന്ന പ്രാർത്ഥന ഒന്ന് അടിസ്ഥാന ആവശ്യം പരിഹരിക്കാനാണ്. റബ്ബി ഗുഫ്ർലി, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണം. വർഹംനി, എന്നോട് കാരുണ്യം കാണിക്കണം. വജ്ബുർനി, എൻ്റെ ആവശ്യങ്ങൾ നീ എനിക്ക് പരിഹരിച്ചു തരണം. വർസുഖിനി, എനിക്ക് ഭക്ഷണം നൽകണം. നമസ്കാരത്തിൽ ഇരുന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പഠിച്ചവനെ എനിക്ക് വിശക്കും, എനിക്ക് ദാഹിക്കും, അതുകൊണ്ട് നീ എനിക്ക് എന്ത് നൽകണം? ഭക്ഷണം നൽകണം. നമസ്കാരത്തിൽ പോലും ചോദിക്കാൻ അള്ളാഹു പറയും. വർസുഖിനി വആഫിനി, അള്ളാഹു എനിക്ക് മാനസിക ശാരീരിക സൗഖ്യം നൽകണം. വആഫിനി വർസുഖിനി വഹ്ദിനി, അള്ളാഹു എന്നെ നീ ഹിദായത്തിലാക്കണം, നേർമാർഗത്തിലാക്കണം. വആഫിനി, എനിക്ക് മാനസിക ശാരീരിക സുഖം നൽകണം. മിക്കതും ഭൗതികമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കഴിക്കുന്ന 3 നേരം ഭക്ഷണം അള്ളാഹുവിനോട് നമസ്കാരത്തിൽ നമ്മൾ ചോദിച്ചു വാങ്ങും. അപ്പൊ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ ഭക്ഷണം എന്നുള്ളത്. അള്ളാഹു സൂറത്തുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് ഖുർആൻ. ആ ഖുർആനിലെ അറൂസുൽ ഖുർആൻ എന്നാണ് ആ സൂറത്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിലെ മണവാട്ടി. ഒരു മണവാട്ടിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കൗതുകം, അപ്രകാരം ഒരു കൗതുകമാണ് റഹ്മാൻ സൂറത്ത് ഓതി കേൾക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ കർണപുടങ്ങൾക്ക് അത് മനോഹരമായി ഓതാൻ കഴിവുള്ള ഏതെങ്കിലും ഹാഫിളീങ്ങൾ ഓതുകയാണെങ്കിൽ നമ്മൾ എത്ര നേരവും ആ കുട്ടിയുടെ പിന്നിൽ നിൽക്കാൻ തയ്യാറാവും. കാരണം അത്രമാത്രം കേൾവി രസമുള്ള മനോഹരമായ ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. 30-ലധികം പ്രാവശ്യം ഒരായത്ത് തന്നെ ആവർത്തിച്ച് അള്ളാഹു അതിൽ പറയുന്നുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങളെയും അള്ളാഹു ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് പറയുക. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലയോ മനുഷ്യവർഗമേ, അല്ലയോ ജിന്നുവർഗമേ, അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക എന്ന ചോദിക്കും. അതിൽ വരുന്ന ഒരായത്താണ് വൽ അർള, ഭൂമി, വളഅഹാ ലിൽ അനാം, മനുഷ്യർക്ക് വേണ്ടി ഞാനത് സംവിധാനിച്ചിരിക്കുകയാണ്. പ്രധാനമായും അത് സംവിധാനിച്ചിരിക്കുന്ന ധാരാളം ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനം മനുഷ്യർക്ക് വേണ്ടി ഞാൻ അതിനെ സംവിധാനിച്ചിരിക്കുകയാണ്. ഫീഹാ, ആ ഭൂമിയിലുണ്ട്,
ഫാകിഹത്തുൻ ധാരാളം പഴങ്ങളുണ്ട്, ധാരാളം ഫ്രൂട്ട്സുകളുണ്ട്. വന്നഖുലു ഈത്തപ്പഴമുണ്ട്. ദാത്തുൽ അക്മാം കുമ്പോളകളുള്ള ഈത്തപ്പനകളുണ്ട്. കുമ്പോളകൾ എന്ന് പറയുമ്പോൾ നമ്മൾ തെങ്ങ് കുലച്ച് വരുമ്പോൾ കാണാം ഒരു കൊലഞ്ഞീനും ഒരു ചൊട്ടയും, പിന്നെ ആ ചൊട്ട വിരിഞ്ഞിട്ട് അതിൽ നിന്ന് കൊലഞ്ഞീൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ധാരാളം വെള്ളക്ക പൊട്ടൂലേ, അതിനാണ് ദാത്തുൽ അക്മാം, നമുക്ക് പരിചയം അതിന്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈത്തപ്പഴക്കുല പുറത്തേക്ക് വരുന്നത്. അത് വിരിഞ്ഞ് പിന്നെ ധാരാളം കൊല താഴത്തേക്ക് ചാടിയ ശേഷം കായ്കൾ അതിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് അള്ളാഹു പറയുന്നു വന്നഖുലു ഈത്തപ്പനയും ഞാൻ നൽകി. എങ്ങനത്തെ ഈത്തപ്പഴ? ദാത്തുൽ അക്മാം കൂമ്പോളകളുള്ള ഈത്തപ്പഴം. വൽഹബ്ബു ധാരാളം ധാന്യങ്ങൾ ഞാൻ നൽകി. ദുൽ അസ്ഫി വൈക്കോലുള്ള ധാന്യങ്ങൾ. വറൈഹാൻ സുഗന്ധ ചെടികളും നൽകി. ഊദിന്റെ ഒരു കൊമ്പ് കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. റൈഹാൻ സുഗന്ധ ചെടികൾ. ഓരോ സുഗന്ധ ചെടികളുടെയൊക്കെ വില കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അത്ര നല്ല സുഗന്ധ ചെടികളും അള്ളാഹു ഈ ഭൂലോകത്ത് അള്ളാഹു സംവിധാനിച്ചിരിക്കും. ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ, ഈ സുഗന്ധ ചെടിയൊക്കെ നീ അനുഭവിക്കുമ്പോൾ എന്നെ മറന്നു പോകരുത്. അത്രേ എന്റെ കണ്ടീഷൻ. പഠിച്ചവൻ പറഞ്ഞ അത്രയല്ലോ, ഇതൊക്കെ നീ അനുഭവിച്ചു, ഇതൊക്കെ നിനക്ക് ഞാൻ നൽകിയിരിക്കുക. പക്ഷെ അത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഈ സുഗന്ധ ചെടികളിൽ നിന്നുള്ള പെർഫ്യൂം നീ ആസ്വദിക്കുമ്പോഴും എന്നെ മറന്നു പോകരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്ന് അള്ളാഹു നമ്മളോട് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ധാരാളം മര്യാദകൾ, കഴിക്കുന്ന സമയത്ത് പാലിക്കേണ്ട കുറെ മര്യാദകൾ പഠിപ്പിക്കും. ഒരിക്കൽ അള്ളാന്റെ റസൂൽ ഒരു സദസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കുക, സഹാബാക്കളുണ്ട്. അൻ ഹുദൈഫത്ത റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. കാല കുന്നാ ഇദാ ഹളർനാ മഅ റസൂലില്ലാഹി തുആമൻ, അള്ളാന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ, ലം നളഅ ഐദീന ഹത്താ യബ്ദഅ റസൂൽ, അള്ളാന്റെ റസൂൽ തുടങ്ങാതെ ഞങ്ങൾ ആരും ഭക്ഷണത്തിൽ കൈവെക്കാറില്ല. കാരണം അത് അഷ്റഫുൽ ഖൽഖാണ്. അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആദ്യം അള്ളാന്റെ റസൂൽ കൈവച്ചാൽ മാത്രമേ ഞങ്ങൾ ആ ഭക്ഷണത്തേക്ക് കൈവെക്കാറുള്ളൂ. അങ്ങനെ അള്ളാന്റെ റസൂൽ കൈവച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൈവച്ചാൽ ഞങ്ങൾ കൈവെക്കും. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വട്ടം കൂടിയിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി ആ സദസ്സിലേക്ക് കയറി വന്നു. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, അവിടെ ഇരിക്കും മോളെ. അങ്ങനെ ആ മോളെ അവിടെ ഇരുത്തി. ഇരുന്ന ഉടനെ ഈ മോൾ പെട്ടെന്ന് തന്നെ, അവരാരും കൈവച്ചിട്ടില്ല ഭക്ഷണത്തിൽ. പെട്ടെന്ന് ഈ പെൺകുട്ടിയല്ലേ, കൊച്ചുകുട്ടിയല്ലേ, അവൾ പെട്ടെന്ന് ഭക്ഷണത്തിലേക്ക് കൈവച്ചു. അവളുടെ കയ്യിൽ അള്ളാന്റെ റസൂൽ കയറി പിടിച്ചു. പെട്ടെന്ന് വേറൊരു അഹ്റാബി കടന്നു വന്നു. അഹ്റാബി എന്ന് പറഞ്ഞാൽ അധികം വിദ്യാഭ്യാസമൊന്നും ലഭിക്കാത്ത ഈ മലമടക്കുകളിലൊക്കെ താമസിക്കുന്ന ഗ്രാമീണ അറബികളാണ് അഹ്റാബി എന്ന് പറയുന്നത്. ഒരു അഹ്റാബിയും കയറി വന്നു പെട്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തോടും പറഞ്ഞു, ഇരിക്കും, കൂടെ ഇരിക്കും. അപ്പൊ അദ്ദേഹം വന്ന ഉടനെ എന്ത് ചെയ്തു? അദ്ദേഹം ഇതുപോലെ ഈ പെൺകുട്ടി ചെയ്ത പോലെ തന്നെ പെട്ടെന്ന് ഭക്ഷണം വാരാനായിട്ട് പോയി. അദ്ദേഹത്തിന്റെ കൈയും അള്ളാന്റെ റസൂൽ കയറി പിടിച്ചു. ഫഖാല റസൂലുള്ളാഹ്, എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ശൈത്താന യസ്തഹില്ലു തുആമ അല്ലാ യുദ്കറ ഇസ്മുല്ലാഹി തആല അലൈഹി, അള്ളാഹിനെ ഓർക്കാതെ എങ്ങാനും ഭക്ഷണത്തിലേക്ക് കൈവച്ചാൽ ഷെയ്ത്താന് അനുവാദം കൊടുക്കുന്നതാണ്. നിങ്ങൾ ആ ഭക്ഷണം കഴിക്കാൻ ഷെയ്ത്താന് കൂടി അനുവാദം കൊടുക്കുന്ന അവസ്ഥയാണ്. വഇന്നഹു ജാഅ ബിഹാദിഹിൽ ജാരിയ, ഈ പെൺകുട്ടി വന്നു, അവൾ ഭക്ഷണം എടുക്കാൻ പോയി. യസ്തഹില്ല ബിഹ, അവൾ ഷെയ്ത്താനെ കൊണ്ടുവന്നിട്ട് ഭക്ഷണം ഷെയ്ത്താനെ കൂടിയിരുത്തി കഴിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ഈ പെൺകുട്ടിയുടെ കൈ കയറി പിടിച്ചത്. ഈ അഹ്റാബി ഉണ്ടല്ലോ, അദ്ദേഹവും അത് തന്നെ അള്ളാഹിനെ സ്മരിക്കാതെ പെട്ടെന്ന് കൈ ഭക്ഷണത്തിലേക്ക് വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈയും ഞാൻ കയറി പിടിച്ചു. ഇന്ന യദഹും ഫീ യദീ മാ യദൈഹിമ, രണ്ടുപേരുടെയും കൈ എന്റെ കയ്യിലുണ്ട്. പെൺകുട്ടിയുടെ കൈയും എന്റെ കയ്യിലുണ്ട്, ഈ അഹ്റാബിയുടെ കൈയും എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ആ കൈയുടെ പിടുത്തം വിട്ടിട്ട് റസൂലുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കെ ചൊല്ലി, ഇനി കഴിച്ചോ മക്കളെ. ഷെയ്ത്താൻ പോയി. ഷെയ്ത്താൻ അനുവാദം കൊടുക്കാൻ പാടില്ല. അതാണ് അവിടെ അള്ളാന്റെ റസൂൽ ആ സദസ്സിനെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെയ്ത്താനെ പറ്റി പറഞ്ഞെന്താ? കാന മിനൽ ജിൻ, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. ഫഫസക അൻ അംരി റബ്ബി, അള്ളാന്റെ കൽപ്പനക്ക് ഏറ്റവും കൂടുതൽ ധിക്കാരം കാണിച്ചവനാണ് ഷെയ്ത്താൻ.
അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ, അവനെയും അവന്റെ സന്താനങ്ങളെയും നിങ്ങൾ മിത്രങ്ങളാക്കുകയാണോ? ശൈത്താൻ ഒറ്റക്കല്ല, ശൈത്താന് ധാരാളം സന്താനങ്ങളുണ്ട്. അള്ളാഹു പ്രയോഗിച്ചു കണ്ട ഇന്ന് നമ്മൾ ഓതി വെച്ച സൂറത്താണ് കഹഫ്, അൽ കഹഫ്. ആ സൂറത്തിലെ 50-ാമത്തെ ആയത്താണ്. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ, ശൈത്താന്റെ മക്കളെയും നിങ്ങൾ മിത്രങ്ങളാക്കുകയാണോ? മിൻ ദൂനി, അല്ലാഹുവായ എന്നെ കൂടാതെ നിങ്ങൾ മിത്രമാക്കേണ്ടത് എന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ മിത്രമാക്കുന്നത് പല ഘട്ടങ്ങളിലും ശൈത്താനെയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കാതെ എന്ത് ചെയ്താലും നിങ്ങളുടെ മിത്രങ്ങളായി വരുന്ന ആരാണ്? ശൈത്താനും ശൈത്താന്റെ സന്താനങ്ങളുമാണ്. അള്ളാഹുവായ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയില്ല. വഹും ലക്കും അദുവ്വുൻ, ശൈത്താനും ശൈത്താന്റെ സന്താനങ്ങളും നിങ്ങൾക്ക് ശത്രുവാണ്. അക്രമികൾക്ക് അള്ളാഹുവിന് പകരം കിട്ടിയത് വളരെ ചീത്ത കൂട്ടുകാരാണ് ശൈത്താനും ശൈത്താന്റെ സന്താനങ്ങളുമാണ്. അതുകൊണ്ട് ഒരിക്കലും ശൈത്താനും ശൈത്താന്റെ സന്താനങ്ങൾക്കും അനുമതി കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല, ഭക്ഷണ സമയത്തായാലും അല്ലാത്ത സമയത്തായാലും. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ശക്തമായ ഒരു കൽപ്പനയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത്. അനസ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ റഅയ്തു റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലിനെ ഞാൻ കണ്ടു, ജാലിസൻ മുഖഇയ്യൻ യഅകുലു തംറൻ, അള്ളാന്റെ റസൂൽ നിലത്തിരുന്നിട്ട് കാരക്ക ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. ഇരുന്നു മുഖഇയ്യൻ എന്ന് പറഞ്ഞാൽ മുഖഇ ഹുവല്ലദി യൽസിഖു ഇൽയതൈഹി ബിൽ അർളി വയൻസിഖു സാഖൈഹി, രണ്ട് ചന്തി പൃഷ്ഠഭാഗം നിലത്തുറപ്പിച്ചിട്ട് രണ്ട് കാലുകളും നാട്ടി വെച്ച് ആ ഫ്രണ്ടിൽ ഭക്ഷണം വെച്ച് കഴിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതായത് അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന രൂപം, 4 റക്അത്തുള്ള നമസ്കാരത്തിൽ അവസാനത്തിന്റെ അത്തഹിയാത്തിൽ നമ്മൾ ഇരിക്കില്ലേ, ആ രൂപത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് എന്ന് ആര് പറയുന്നു? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ നമ്മുടെ ഈ ബൊഫേ സിസ്റ്റം ഒക്കെ ശരിയാണോ? വളരെ വലിയ കോടീശ്വരന്മാരും സാധാരണക്കാരുമായ മുസ്ലിങ്ങൾ വലിയ ഹാളൊക്കെ വാടക കൊടുക്കും, എന്നിട്ട് മനുഷ്യർക്ക് ക്യൂ നിന്ന് മേടിച്ചോളാം. ഒന്ന് ആലോചിക്കുക, വലിയ വലിയ VIP വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കയ്യിൽ ഒരേ പ്ലേറ്റ് കൊടുത്തിട്ട് ക്യൂ നിൽക്കണം. എന്ത് ഇസ്ലാമിക ഇസ്സത്താണ് അതിലുള്ളത്? എവിടെ, ഏത് സംസ്കാരമാണത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഒരിക്കലും ശരിയല്ലത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ആവശ്യം നടക്കുകയാണെങ്കിൽ അത് എത്ര പേരെ വിളിച്ചിട്ടുണ്ടോ? 100 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ 100 പേർക്കുള്ള ഇരിപ്പിടം ഉണ്ടാകണം, ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അവർ നമ്മുടെ ചീഫ് ഗസ്റ്റുകളാണ്, നമ്മൾ വിളിച്ചു വരുത്തിയവർ നമ്മുടെ അതിഥികളാണ്. അവർക്ക് മാന്യമായി ഭക്ഷണം വിളമ്പി കൊടുക്കണം. അല്ലാതെ അവരുടെ കയ്യിലൊക്കെ ഓരോ പ്ലേറ്റും കൊടുത്തിട്ട് ക്യൂ നിർത്തിയിട്ട് ഏതാണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലത്ത് ഏതെങ്കിലും സത്രങ്ങളിൽ ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന മാതിരി കൊടുക്കരുതിരിക്കും. ഒരിക്കലും ശരിയല്ലത്, അതിനനുകൂലിക്കരുത്. അള്ളാന്റെ റസൂൽ എതിർത്ത കാര്യമാണ്. കാരണം അള്ളാന്റെ റസൂൽ വളരെ അപൂർവം ഘട്ടങ്ങളിൽ മാത്രമേ നിന്ന് കുടിച്ചിട്ടുള്ളൂ. അത് ഇരിക്കാൻ സംവിധാനം ഇല്ല എന്ന് കണ്ടാൽ മാത്രം, ഇരിക്കാനൊരു സംവിധാനം ഇല്ല, ഏതെങ്കിലും കടയുടെ വാതിക്കലായിരിക്കും, അപ്പൊ അവിടെ ഇരിക്കാൻ സംവിധാനം ഇല്ല. അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ മാത്രം, റയറായ ഘട്ടങ്ങളിൽ മാത്രമേ നിന്ന് കുടിച്ചിട്ടുള്ളൂ അള്ളാന്റെ റസൂൽ. ഇത് ഭയങ്കരമായ 1.5 ലക്ഷവും 1 ലക്ഷവും ഒക്കെ വാടകയുള്ള വലിയ ഹാള്, അവിടെ എല്ലാ സംവിധാനവും ഉണ്ട്, മേശയുണ്ട്, കസേരയുണ്ട്, എല്ലാ സംവിധാനമുണ്ട്, വെള്ളമുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും ജനങ്ങളെ ക്യൂ നിർത്തി വിളമ്പിപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പാത്രം കൊണ്ടുവന്ന് ബൊഫേ സിസ്റ്റമാണ് പോലും. എന്ത് സംസ്കാരമാണത്? ഒരിക്കലും ഇസ്ലാമിക സംസ്കാരമല്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ, അന്നഹു നഹാ അൻ യശ്റബ റജുല ഖായിമ, ഒരു മനുഷ്യൻ നിന്ന് കുടിക്കുന്നതിനെ റസൂലുള്ളാഹി വിരോധിച്ചു. നഹ എന്ന് പറഞ്ഞാൽ വിരോധിച്ചു എന്നാണ്. നഹാ അൻ യശ്റബ റജുല ഖായിമൻ, നിന്ന് വെള്ളം കുടിക്കുന്നതിനെ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു. ഖാല ഖതാദ, അപ്പൊ ഇത് കേട്ട ഖതാദ റളിയല്ലാഹു അൻഹു, ഫഖുൽനാലി അനസ്, ഞങ്ങൾ അനസിനോട് ചോദിച്ചു, ഫലഅക്ലു, ഓക്കേ, നിന്ന് വെള്ളം കുടിക്കുന്നതിനെ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്, ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതിനെയോ? ഉടനെ ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നതിനെയോ? ഖാല ദാലിക അശറു വഅഖ്ബതു, ഏറ്റവും ശർറായ ഏർപ്പാടാണ് നിന്ന് കഴിക്കുക, നടന്നു കഴിക്കുക. ബൊഫേയിൽ കണ്ടില്ലേ, ഒരു ഹാളിലൊക്കെ ചെന്നിട്ട് ആൾക്കാർ ഇങ്ങനെ കോരി എടുക്കുന്നു, പോണ വഴി നടന്ന് ഇങ്ങനെ കഴിച്ചിട്ടു. അല്ലാഹുവേ, ആ ഭക്ഷണം വിളിച്ചു കൊടുത്തവൻ ആദ്യം ശിക്ഷിക്കപ്പെടും, ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന്റെ ബാധ്യതയായിരുന്നു അവിടെ ചെയർ ഒരുക്കലും അതിനുള്ള മായില ഒരുക്കലും ഇരുത്തി ഭക്ഷണം കൊടുക്കലും. ആ വിളിച്ച
ആളുടെ ആതിഥേയന്റെ ബാധ്യതയായി. ആ ആതിഥേയൻ അതിഥികളെ മുഴുവനും ഇപ്രകാരം നിന്ന് നാണം കെടുത്ത് ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ കുറ്റങ്ങളുടെയും ഒരു ഓഹരി ആരൊക്കെ ആ സദസ്സിൽ നിന്ന് കഴിക്കുന്നുണ്ടോ, നടന്നു കഴിക്കുന്നുണ്ടോ, അതിന്റെയൊക്കെ തെറ്റിന്റെ ഒരു ഓഹരി ആ ആതിഥേയന് എഴുതപ്പെടും, ഉറപ്പാണ് കാര്യം. കാരണം അയാളുടെ കാരണം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഒരിക്കലും നമ്മളൊക്കെ വീട്ടിൽ ഒരു സംവിധാനം, ഈ കല്യാണം പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാതെ ദയവ് ചെയ്ത ആൾക്കാരെ വിളിക്കരുത്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ, അള്ളാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, അഹ്ബസ് എന്നാണ് പ്രയോഗിച്ചത്. ഏറ്റവും ഷർറായ ഏർപ്പാടാണത്. അഹ്ബസ് എന്ന് പറഞ്ഞാൽ ഹബീസ്, ഹബീസ് എന്ന് പറഞ്ഞാൽ മോശം. അതിൽ അഹ്ബസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമാണ് ആ കാണിക്കുന്നത്. നടന്ന് തീറ്റിയും നിന്ന് തീറ്റിയും ഏറ്റവും മോശമാണ്. അള്ളാഹുവിന്റെ റസൂൽ നിന്ന് കുടിക്കുന്നതിനെ അങ്ങേറ്റം ആക്ഷേപിക്കുകയുണ്ടായി, വെറുക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കലും നിങ്ങൾ നിന്ന് കുടിക്കല്ലേ, ഒരിക്കലും നിങ്ങൾ കുടിക്കരുത്, നിന്ന് കുടിക്കരുത്. ഫമൻ നസിയ, ആരെങ്കിലും നിന്ന് കുടിച്ചാൽ ആ കുടിച്ച പാനീയത്തെ ഛർദ്ദിച്ചു കളയും പുറത്തേക്ക്. ആ കുടിച്ച പാനീയം ഛർദ്ദിച്ചു കളയാൻ, വൊമിറ്റ് ചെയ്ത് കളയാൻ. അപ്പൊ അത്രമാത്രം അള്ളാഹുവിന്റെ റസൂലിന്റെ ശക്തമായ കൽപ്പനയുള്ള വിഷയമാണ് ഈ ഒരു വിഷയം. ഇപ്പൊ ആളുകളിൽ മുഴുവനും ഇങ്ങനത്തെ ഒരു ഏർപ്പാട് കണ്ടിട്ട് സങ്കടം വന്നിട്ട് പറയാ കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഏത് ഹാളിൽ പോയാലും മനുഷ്യൻ ഇരുത്തി ഭക്ഷണം തരാൻ തയ്യാറല്ല. വമ്പൻ ഓഡിറ്റോറിയങ്ങളെ എടുക്കണം. സിയാലിന്റെ ഒക്കെ ഓഡിറ്റോറിയം എത്ര ലക്ഷം രൂപ കൊടുക്കണം എന്നാലോചിക്കുക. അതൊക്കെ എടുത്തിട്ട് കാണിക്കുന്ന പരിപാടിയാണ്. എന്തോ ആധുനിക മോഡേൺ രീതിയാണെന്നാ പറയുന്നത്. അള്ളാഹു ആലം. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച മറ്റൊരു കാര്യം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ അകല അഹദുക്കും തുആമൻ, നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫലാ യംസഹ് അസാബിഅഹു, നിങ്ങൾ ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടം ആ വിരലുകളിൽ ഇരിക്കെ അതിനെ നിങ്ങൾ ടവൽ പോലുള്ള സംഗതി കൊണ്ട് തുടച്ചു കളയാൻ പാടില്ല. എല്ലാവർക്കും ഒരേ ടവല്, പേപ്പർ ടവൽ കൊടുത്തിരിക്കുക മേശപ്പുറത്ത്. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അവശിഷ്ടം അതിലിരിക്കുക തന്നെ അത് ആ ടവലിൽ തൂത്തെടുക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫലാ യംസഹ് അസാബിഅഹു, അവന്റെ വിരലുകൾ തുടച്ചെടുക്കരുത്, ഹത്താ യൽഅഖഹ, അവൻ സ്വന്തം അത് നക്കി വൃത്തിയാക്കണം. അതവന്റെ ബാധ്യതയാണ്. അവന്റെ വിരലിരിക്കുന്ന ആ ചോറാണെങ്കിലും വേറെ എന്ത് ഭക്ഷണമാണെങ്കിലും ആ 4-5 വിരലുകളും അവൻ നക്കി വൃത്തിയാക്കണം. അല്ലെങ്കിൽ അടുത്ത് നക്കാൻ നിനക്ക് എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ, അടുത്ത് വൈദ്യുതിപ്പുണ്ടെങ്കിൽ അവരെ കൊണ്ട് നക്കിക്കുകയെങ്കിലും വേണം. എന്താ കൽപ്പന അല്ലെ? ഇത് മോഡേൺ രീതിക്ക് ശരിയല്ല കേട്ടോ, പാശ്ചാത്യ രീതിക്ക് ശരിയല്ല, ഇതൊക്കെ നാണക്കേട്. എന്ത് നാണക്കേട്? അള്ളാഹു റസൂലും പറഞ്ഞത് നാണക്കേടാണോ? ഏറ്റവും വലിയ VIP ആണ് ഈ പറയുന്ന VIP, അഷ്റഫുൽ ഖൽഖ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ്, അതിനേക്കാൾ വലിയ VIP ഏതാ ഉള്ളത്? എന്ത് പറ, അതിനേക്കാൾ വലിയ VIP ഏതാ ഉള്ളത്? അഷ്റഫുൽ ഖൽഖിനേക്കാൾ. ആ അഷ്റഫുൽ ഖൽഖാണ് പറയുന്നത്, ഒന്നില്ലെങ്കിൽ നീ സ്വന്തം വിരലുകൾ നക്കി തുടച്ച് വൃത്തിയാക്കണം, അല്ലെങ്കിൽ അത് നിന്റെ വൈഫിനെ കൊണ്ട് നിന്റെ വിരലുകൾ നക്കിക്കണം. അത് എന്റെ അള്ളാഹു എനിക്ക് നൽകിയ കൽപ്പനയാണ്, അത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അമറ ബിൽഅഖിൽ അസാബിഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ വൃത്തിയായി നക്കി തുടക്കണം. വസ്വഹഫത്തി, പാത്രവും നക്കി തുടക്കണം. ചില ആൾക്കാർ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കണ്ടിട്ടില്ലേ പാത്രം, പിന്നെ കഴുകേണ്ടി വരാത്ത രൂപത്തിൽ അവർ വൃത്തിയാക്കും ഭക്ഷണം, അത്ര നീറ്റായി. ഇത് ചില ആൾക്കാർ ഭക്ഷണം കഴിച്ച പകുതി അവിടെ വെച്ചിട്ടുണ്ടാവും, കടിച്ചു തുപ്പി അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതിലൊക്കെ കഴിക്കാവുന്ന ഭക്ഷണവും ഉണ്ടാവും. ഇതെന്ത് മര്യാദയാണ് ഉത്തരം? നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രം പാത്രത്തിൽ നിന്നും എടുക്കുക. ഇപ്പൊ ഒരു 6 പേരടങ്ങുന്ന ഒരു സംഘം, ആ സംഘത്തിന്റെ നടുക്കൊണ്ടൊന്ന് പാത്രം വെച്ചിരിക്കുന്നു, ആവശ്യത്തിന് നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് കഴിക്കാവുന്ന അളവ് നമുക്കറിയാം, അത് മാത്രം എടുക്കുക. ഒരിക്കലും നിഷ്ഫലമാക്കി കളയരുത്. ശൈത്താന് നിങ്ങൾ ഒഴിവാക്കിയിടരുത്. ശൈത്താനും ശൈത്താന സന്താനങ്ങൾക്കും നിങ്ങൾ ഒഴിവാക്കിയിടരുത്. അള്ളാഹുവിന്റെ റസൂൽ വിരലുകളും പാത്രവും വൃത്തിയായി തുടച്ചതിന് ശേഷം മാത്രമേ കഴുകാറുള്ളൂ. വഖാല ഇന്നക്കും, എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വഖാല ഇന്നക്കും ലാ തദറൂന, നിങ്ങൾക്കറിയില്ല, ഫി അയ്യി തുആമിക്കുമുൽ ബറക, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏത് ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ളത് എന്ന് നിങ്ങൾക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ കൈ തുടക്കാതെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോറിലായിരിക്കും ബർക്കത്ത്, അല്ലെങ്കിൽ ആ പ്ലേറ്റിൽ നിങ്ങൾ അശ്രദ്ധമായി ഒഴിവാക്കുന്ന ഭക്ഷണത്തിലായിരിക്കും ബർക്കത്ത്.
ആ ബർക്കത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തി. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഐശ്വര്യത്തിന്റെ പേരാണ് ബർക്കത്ത് എന്നുള്ള വാക്ക്. മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽപ്പെട്ട വാക്കാണ് ബർക്കത്ത്. ബർക്കത്തിന്റെ മലയാളം എന്താ? ഐശ്വര്യം. അള്ളാന്റെ ഐശ്വര്യം ഏത് ഭക്ഷണത്തിലാണ് ഉണ്ടാകാമെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ ഒന്നും കളയാതെ നിങ്ങൾ അത് കഴിക്കാൻ തയ്യാറാകണം. അവസാനം പ്ലേറ്റും കൈയും വൃത്തിയാക്കാനും തയ്യാറാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖായ അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 6 സഹാബാക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വേദി. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയുടെ പ്രിയപത്നിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. കാന റസൂലുള്ളാഹി യഅകുലു തുആമൻ ഫീ സിത്തത്തിൻ മിൻ അസ്ഹാബിഹി. 6 പേര് ഒന്നിച്ചിരുന്ന് ഒരിക്കൽ അള്ളാന്റെ റസൂൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫജാ അഅറാബിയ്യുൻ, ഒരു അഅറാബി കടന്നു വന്നു. ഫഅകലഹു ലഖുമത്തൈനി, അദ്ദേഹത്തിന് 2 പിടി ഭക്ഷണം കൈ കൊടുത്തു. ഈ കൂടിയിരുന്ന സദസ്സിൽ ഇരിക്കാൻ സ്ഥലമില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞതാ, നീ ഇത് കഴിച്ചു കേട്ടോ എന്ന് പറഞ്ഞു അള്ളാന്റെ റസൂൽ 2 പിടി ഭക്ഷണം അദ്ദേഹത്തിന് കൊടുത്തു. ആർത്തി കൊണ്ട് അഅറാബി പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ചു. ഫഖാല റസൂലുള്ളാഹ്, അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, അമാ ഇന്നഹു ലൗ സമ്മാ ലകഫാകു, അവൻ അള്ളാനെ സ്മരിച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ഭക്ഷണം തന്നെ മതിയായിരുന്നു. ഈ ഭക്ഷണം കൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ട് നമ്മുടെ എല്ലാവരുടെയും വയറ് നിറയുമായിരുന്നു. പക്ഷെ അവൻ ചെല്ലില്ല, അവനത് കിട്ടിയ ഉടനെ അകത്താക്കി. അപ്പൊ അള്ളാന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു. എന്താ എന്റെ കൽപ്പന? ഇതൊക്കെ അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയേക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരിക്കൽ അള്ളാന്റെ റസൂലിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ഒരു സദസ്സിലേക്ക്. നബി മസ്ഊദ് ബദരി റളിയല്ലാഹു അൻഹു ഖാല ദഅ റജുലുൻ അൻ-നബിയ്യ ലിതുആമി. ഒരിക്കൽ ഒരാൾ അള്ളാന്റെ റസൂലിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. സ്വനാഹു ലഹു ഖാമിസ ഖംസ, 5 പേർക്ക് മാത്രമേ ക്ഷണമുള്ളൂ. 5ാമനായിട്ട് അള്ളാന്റെ റസൂലിനെ ക്ഷണിച്ചിരിക്കുക, 4 പേർ വേറെയുണ്ട്. ഫതബിയഹും റജുലുൻ, അള്ളാന്റെ റസൂൽ പോകുന്നതുകൊണ്ടപ്പോ അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരാളൂടെ പോയി. ഏതോ വെച്ചെന്ന ഒരു സഹാബി അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. ഫലമ്മ ബലഗൽ ബാബ, അങ്ങനെ ഈ വിളിച്ച ആതിഥേയന്റെ വീടിന്റെ വാതിക്കൽ എത്തിയപ്പോൾ ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ആതിഥേയനോട് പറഞ്ഞു, ഇന്ന ഹാദാ തബ്യാന, എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, എന്ത് ചെയ്യണം? ഫഇൻ ശിഅത അൻ തഅദന, നീ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അനുവാദം കൊടുത്ത്, അദ്ദേഹം വിശന്നിരിക്കുക, അദ്ദേഹത്തിന് കൂടെ അനുവാദം കൊടുക്കാം. ഫഇൻ ശിഅത റജഅ, നീ അനുവാദം കൊടുക്കുന്നില്ല എങ്കിൽ അദ്ദേഹം മടങ്ങും. ഖാല ബൽ ആദന ലഹു യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിയുടെ കൂടെ വന്നല്ലേ, ഞാനിത് അനുവാദം കൊടുത്തിരിക്കുന്നു അള്ളാന്റെ റസൂലെ. അങ്ങനെ VIP ആയ അള്ളാന്റെ റസൂലിന്റെ കൂടെ കൊണ്ടുവന്ന അതിഥിയെ, ആ ആതിഥേയൻ 5 പേർക്ക് മാത്രമുള്ള ഭക്ഷണം 6 പേർക്കാക്കി മാറ്റി. എന്താ കാരണം? അതിലെന്തുണ്ടായി? ബർക്കത്തുണ്ടായി. ഇതാണ് ബർക്കത്ത്, ഐശ്വര്യം എന്ന് പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം 5 പേർക്കുള്ള ഭക്ഷണം ചിലപ്പോൾ 8 പേർക്കായി മാറും, 10 പേർക്കായി മാറും. അതൊക്കെ എന്ത് വരുമ്പോഴാണ്? ശൈത്താനെ ആട്ടി ഓടിച്ചിട്ട് അതിൽ ബർക്കത്ത് വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടായിത്തീരുന്നത്. അതിനെന്ത് വേണം? റബ്ബിനെ സ്മരിക്കണം. ഒരിക്കൽ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ഇരുന്ന് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയാണ്. സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ബിശിമാലി, ഇടത് കൈ കൊണ്ടാണ് കഴിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്ന് ഒരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഫഖാല, അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, വലത് കൈ കൊണ്ട് കഴിക്കൂ, വലത് കൊണ്ട് കഴിക്കൂ. ഖാല ലാ അസ്തതി, എനിക്ക് പറ്റത്തില്ല. ധിക്കാര രൂപത്തിൽ ഒരു മറുപടി, എനിക്ക് പറ്റത്തില്ല. ഖാല ലസ്തത, പറ്റത്തില്ലയോ, നിനക്ക് കഴിക്കാൻ പറ്റത്തില്ലയോ വലത് കൈ കൊണ്ട്? മാ മനാഹു ഇല്ലാ ഇല്ലൽ കിബ്ർ, അവനെ അവന്റെ അഹങ്കാരമാണ് അതിന് തടഞ്ഞത്. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞത് അവന്റെ അഹങ്കാരമാണ്. ഫമാ റഫഅഹ ഇലാ ഫീ, അള്ളാന്റെ റസൂൽ പറഞ്ഞതിന് ശേഷം അവൻ കേൾക്കാതെയായപ്പോൾ പിന്നീട് അവന് ആ ഇടത് കൈ അവന്റെ വായിലേക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല. ആ കൈയിന്റെ പ്രവർത്തന ശേഷി അവിടെ വെച്ച് നിലച്ചു പോവുകയുണ്ട്. അള്ളാന്റെ റസൂലിനെ ധിക്കരിച്ചു, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് പറയുകയാണ്, ഫമാ റഫഅഹ ഇലാ ഫീ, ആ കൈ പിന്നെ അവന്റെ വായിലേക്ക് ഉയർത്താൻ അള്ളാഹു അവന് തൗഫീഖ് കൊടുത്തില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇടത് കൈ കൊണ്ടൊക്കെ ഭക്ഷണം കഴിച്ച് വലിയ കോജയാകാൻ വിചാരിക്കുകയാണെങ്കിൽ ഈ സംഭവം ഒന്ന് ഓർക്കണം. അള്ളാന്റെ റസൂൽ തടഞ്ഞതും കൽപ്പിച്ചതുമായ കാര്യം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ
ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ഇത് സൂറത്തുൽ ബഖറയിലെ 114 ആയത്താണ്. ഇന്ന് ഒരു ഡിസംബർ 6 ആണ്. ഓരോ ഡിസംബർ 6 കടന്നു വരുമ്പോഴും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ ഒരു വിങ്ങലുണ്ടാകും. ആ വിങ്ങൽ മറ്റൊന്നുമല്ല, 1992 ഡിസംബർ 6 അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ഭവനത്തെ അക്രമികളായ മനുഷ്യർ തകർത്തു എന്ന കാരണത്താലാണ് ആ ഒരു വിഷമം. അള്ളാഹു പറയുന്നു, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ. അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും അവയുടെ അഥവാ പള്ളികളുടെ തകർച്ചക്കായി ശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി പിന്നെ ദുനിയാവിൽ ആരാണ്? അള്ളാഹുവിനെ ആരാധിക്കുന്ന ഭവനം, അവിടെ ആരാധന തടസ്സപ്പെടുത്തുന്നു, അതിനെ പൊളിച്ചു കളയുന്നു. അവനെ അള്ളാഹു വിശേഷിപ്പിച്ചത് എന്തായിട്ടാണ്? അള്ളാഹു ഏറ്റവും വലിയ അക്രമിയായിട്ടാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഭവനം പൊളിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊളിച്ച മനുഷ്യരൊക്കെ അള്ളാഹിന്റെ കണ്ണിൽ ആരാണ്? ഏറ്റവും വലിയ ദ്വാലിമീങ്ങളാണ്, അക്രമികളാണ്. തീർന്നോ? അതുകൊണ്ട് ആഗ്രഹം തീർന്നു അവരുടെ. 1993 സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി, ഇനി ഒരു പള്ളിക്കും ഒരു അമ്പലത്തിനും ഒരു ചർച്ചിനും ഇതുപോലെ അവകാശവാദം ഉന്നയിച്ചു വരരുത്. ഓരോരുത്തരും കൊണ്ടു നടക്കുന്ന ആരാധനാലയം അവർക്ക് സ്വതന്ത്രമാണ് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടും ഇപ്പോഴും അവസ്ഥ എന്താ? ഗ്യാൻവാബി മസ്ജിദ്, അജ്മീർ ദർഗാ മസ്ജിദ്, എത്ര പള്ളികളാണ്. അവിടേക്ക് ഒരു മനുഷ്യന്റെ ലിംഗം ഉണ്ടെന്നാ പറയണ ആ പള്ളിയുടെ അടിയിൽ. ആ മനുഷ്യന് എത്ര ലിംഗം ഉണ്ടെന്ന് അള്ളാഹുവിനെ അറിയാൻ പറ്റുള്ളൂ. എന്നാലോചിച്ച് നോക്കിയേ, അതിന്റെയൊക്കെ അടിയിൽ ഒരാളുടെ ലിംഗമുണ്ടെന്ന്, ആ ലിംഗത്തെ ആരാധിക്കുകയാണ്. ഇതാരുകൊണ്ടെ കുറിച്ചിട്ട് ഈ ലിംഗം? അള്ളാന്റെ പള്ളിയുടെ അടിയിൽ മാത്രമാണോ ഈ ലിംഗം വരുന്നത്? അത് മനസ്സിലാകുന്നില്ല. ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഈ പറഞ്ഞ വിശേഷണം അബ്രഹത്ത് രാജാവിനെ അള്ളാഹു നശിപ്പിച്ചത് ഈ ഒരൊറ്റ കാരണം കൊണ്ട്. അബ്രഹത്ത് രാജാവ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, പറയാൻ സമയമില്ല. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അബ്രഹത്ത് രാജാവ് കഅബ പൊളിക്കാൻ വേണ്ടി വന്നു. അള്ളാഹു നിയോഗിച്ചു ചെറിയ ലവ് ബേർഡ്സ് പോലുള്ള അടക്കാക്കുരുവി എന്നൊക്കെ പറയുന്നു. അതിന്റെ കയ്യിൽ ഫഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അബാബീൽ എന്ന് പറഞ്ഞ കൂട്ടമായി അള്ളാഹു ഒരു അടക്കാക്കലിയുടെ വലിപ്പമുള്ള പക്ഷികളെ അയച്ചു. അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജിൽ. അവരുടെയൊക്കെ ചുണ്ടിൽ എന്തുണ്ടായിരുന്നു? ആ പക്ഷികളുടെ കളിമണ്ണിൽ ചുട്ടെടുത്ത, ചൂളയിൽ ചുട്ടെടുത്ത കൊച്ചു കല്ലുകൾ ഉണ്ടായിരുന്നു. ആ കല്ലുകൾ അബ്രഹത്ത് രാജാവിന്റെയും മാനപ്പട്ടാളത്തിന്റെയും മേലേക്ക് അങ്ങട്ടിട്ടു ഈ പക്ഷികൾ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജിൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. തിന്നപ്പെട്ട് മൃഗങ്ങൾ തിന്നു കഴിഞ്ഞ് ആലയിൽ ചവച്ചരച്ചിട്ട വൈക്കോൽ, അവശിഷ്ട വൈക്കോൽ പോലെയായി പോയി ആ മനുഷ്യൻ. അതാണ് അള്ളാഹ് പറഞ്ഞത്, അള്ളാന്റെ ഭവനങ്ങൾക്കെതിരെ തിരിയുന്നവർക്ക് വലഹും ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ, ദുനിയാവിൽ നിന്നത് ലഭിക്കും, വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, പരലോകത്ത് ഭയങ്കരമായ ശിക്ഷയുണ്ടാകും. ആ ഒരു ആയത്തിൽ നമ്മൾ വിശ്വസിക്കുക. അൽ ബഖറ സൂറത്തിലെ ഈ ആയത്തിൽ 116 ആയത്തിൽ ആരൊക്കെ റബ്ബിന്റെ ഭവനത്തിനെതിരെ തിരിയുന്നുണ്ടോ നമ്മൾ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി പറയും, റബ്ബെ നിന്റെ ഭവനത്തിനെതിരെയാണ് ഈ മനുഷ്യർ തിരിയുന്നത്, നീ അവരെ കൈകാര്യം ചെയ്യണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിലുള്ള രോഗികളുടെ അസുഖങ്ങൾക്ക് അള്ളാഹു പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് നീ രക്ഷകനായും സമാധാനമായും ശാന്തിയായും വന്ന് അവരെ എല്ലാവരെയും നീ സഹായിക്കുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും പാർപ്പിടവും ഒക്കെ നൽകി നീ അവരെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله.